എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാമ്പ്ര പൈങ്കാവ്, അന്നമനട പഞ്ചായത്തിൽപ്പെട്ട പൈങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്ന് പുലർച്ചയോട് കൂടിയിട്ട് ഇപ്പോൾ ഈ കാണുന്ന ബെന്നിച്ചേട്ടൻ്റെ പലചരക്കടയാണ്. പട്ടമ്മാലിൽ ബെന്നിച്ചേട്ടൻ്റെ ഒരു പലചരക്കടയും സ്റ്റോഴ്സായിട്ടുള്ളൊരു സംഗതിയാണിത്. ഇതിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ഗ്രില്ലിട്ടിട്ട് ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ സാധാരണ ചെയ്യാറാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് പുലർച്ചെ 3:30 കൂടിയിട്ട് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു ആറംഗ സംഘം അതിലൊരു സ്ത്രീയും കൂടി ഉൾപ്പെടുന്നു. ആറംഗ സംഘം വന്ന് ഈ ചേട്ടൻ്റെ ഈ ഷോപ്പ് കുത്തിപ്പൊളിച്ച് ഇതിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ ഗണ്യമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല മോഷണം നടന്നത്. തൊട്ടപ്പുറത്ത് ഒരു കപ്പേളയുണ്ട്. ആ കപ്പേളയുടെ ഇത് കുരിശുതൊട്ടിയുടെ നേർച്ചപ്പെട്ടി പൊളിച്ച് ഏകദേശം ഒരു 6000-നടുത്ത് രൂപ മോഷണം പോയതായിട്ടും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. വിരലടയാള സംഘവും പോലീസും മറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷണം ത്വരിതമായിട്ട് ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർക്ക് കൃത്യമായിട്ടുള്ള വിരലടയാളങ്ങളും മറ്റും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ബെന്നിച്ചേട്ടൻ പറഞ്ഞത്. എന്തായാലും മോഷ്ടാക്കൾ ചാലക്കുടി ഭാഗത്ത് വളരെയധികം കടകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം പരിയാരത്തൊരു മലഞ്ചരക്ക് കട കുത്തി തുറന്ന് ഒരുപാട് മലഞ്ചരക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി. ഇപ്പോൾ കടകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ മോഷണ പരമ്പര വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. CCTV ക്യാമറകൾ നിങ്ങൾ ഫിറ്റ് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള മോഷ്ടാക്കളെ പിടികൂടാനായിട്ട് ഏറെ സഹായകമായ ഒരു ഇടപെടൽ CCTV ക്യാമറ മാത്രമാണ്. ഇവിടെയും CCTV ക്യാമറ എന്നുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബെന്നിച്ചേട്ടൻ ഇവിടെ ദീർഘനാളായിട്ട് കട നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. പലതരത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പരിചയമില്ലാത്ത ആളുകളൊന്നും അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്ന് പുലർച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. പലചരക്ക് സാധനങ്ങളാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ജാക്കബേറ്റ് കപ്പലയുടെ കുരിശുതൊട്ടിയിൽ നിന്നും ഏകദേശം 6000 രൂപയുടെ അടുത്തുള്ള പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ ഈ പിറകിൽ കാണുന്നത് മാമ്പ്ര സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ കീഴിലുള്ളൊരു കപ്പേളയാണ്. ഇതിപ്പോൾ ഈ നേരത്തെ മോഷണം നടന്ന ബെന്നിച്ചാൻ്റെ കടയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കപ്പേളയാണ്. ഈ കപ്പേളയിൽ സ്ഥിരം മോഷണം പോകാറുണ്ട്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പൂട്ടാറില്ല നേർച്ചപ്പെട്ടി. അതിൻ്റെ ഉള്ളിലും പൈസ ഉണ്ടായിരുന്നു. ആ പൈസയും കൊണ്ടുപോയിട്ടുണ്ട്. CCTV നോക്കുമ്പോൾ പറഞ്ഞ 3:30-ക്കാണെന്ന് പറഞ്ഞു. ഇന്ന് 3:30 പുലർച്ചെ. ആ, എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്? വെളിച്ചെണ്ണ ഒരു 5-10 കുപ്പി പോയിട്ടുണ്ട്. നൂഡിൽസ് ഒരു 10-30 പോയിട്ടുണ്ട്. ബേക്കറി ഐറ്റംസ് കുറേ പോയിട്ടുണ്ട്. കേക്ക് പോയിട്ടുണ്ട്. പിന്നെ കോളകൾ, അരികൾ ഒക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും മുൻപ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവാറില്ല. ഇവിടെ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ അങ്ങനെ അടുത്ത സമയങ്ങൾ ഇല്ല, ഓർമ്മയില്ല. പരിചയമില്ലാത്തവരുടെ കച്ചവടമാണ് കൂടുതൽ പുറത്തുനിന്നുള്ളത്. വേറെ ഇതിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും മോഷണങ്ങൾ വേറെ നടന്നിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ തൊട്ട് കപ്പളരിക്കലിൻ്റെ പൈസ വരിയുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കപ്പളരിക്കലിൻ്റെ പൈസ പൊളിച്ചിട്ടുണ്ട്. കപ്പള എന്ന് പറഞ്ഞാൽ എന്തോരം പൈസ ഉണ്ട്? അതിന് നല്ല പൈസ ഉണ്ടെന്ന് കൈക്കാരൻ പറഞ്ഞ 5,000 രൂപ ഉണ്ടോ കുറേ നാളായിട്ട്. പിന്നെ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടെ ഇപ്പം അത്രേ കണ്ടുപിടിച്ചാണ്. ഇതിപ്പോൾ കണ്ടുപിടിച്ചാണ്. കപ്പള വെറുതെ പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ അത് പൊളിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? ബെന്നി. എവിടെ വീട്? വീട് ഇവിടെ അടുത്ത് തന്നെ. രണ്ട് ബൈക്കുമായിട്ട് പിന്നെയും കപ്പളെ കൊണ്ടുള്ളതാണ്. മറ്റേ വണ്ടി R15 പറഞ്ഞു. ഇപ്പം അടുത്തുകൊണ്ട് പോയില്ലേ?
അതെവിടെയാ വീഡിയോ എവിടെയാ അതിലുണ്ടാ ആ അതെ എല്ലാവരും ഇറങ്ങി 5 ആളല്ലേ അഞ്ചാളുണ്ട്.